നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. മാനം കാക്കണം, മാനാഭിമാനം സംരക്ഷിക്കണം. മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ജയിച്ച് പറ്റൂ. പ്ലേ ഓഫ് സാധ്യത എന്നൊക്കെ മാത്തമാറ്റിക്കലി ഉണ്ടെന്നൊക്കെ പറയാമെന്നല്ലാതെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അഭിമാനം അങ്ങനെ ഒന്നുണ്ടല്ലോ. മാനം കെട്ട് സീസൺ അവസാനിപ്പിക്കാതിരിക്കാൻ ഇന്നൊരു വിജയം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഹൈദരാബാദിൽ വെച്ച് SRH നേരിട്ടപ്പോൾ നന്നായിട്ട് അടി കിട്ടിയതാണ്. ഇന്നതിന് പകരം കൊടുക്കാൻ, കണക്ക് തീർക്കാൻ വാങ്കഡയിൽ കഴിയുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. മുംബൈ ഇന്ത്യൻസിൻ്റെ പ്ലേയിങ് 11 കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കളിയിൽ ഇമ്പാക്റ്റ് സബിൻ്റെ റോളിലാണ് രോഹിത് വന്നത്. അദ്ദേഹത്തിന് പുറം വേദനയുടെ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെയും മിനിയാന്നും അദ്ദേഹം നെറ്റ്സിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിസ്കംഫർട്ടും ഫീൽ ചെയ്തിട്ടില്ല. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമാന്തിർ പറഞ്ഞത് രോഹിത് ഫിറ്റാണ്, ഫിറ്റ് ആൻഡ് ഫൈൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ രോഹിത് ഇന്ന് പ്ലേയിങ് 11ലേക്ക് മടങ്ങിയെത്തുമെന്ന് വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ ഇമ്പാക്റ്റ് പ്ലെയർ സ്ട്രാറ്റജിയിൽ പഴയ രൂപത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക. നുവാൻ തുഷാര, നഹാൽ വധേര എന്നിവരെ വെച്ചുകൊണ്ടുള്ള ഇമ്പാക്റ്റ് പ്ലെയർ സ്ട്രാറ്റജിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SRHൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഔട്ട് ഓഫ് ഫോം ആയിട്ട് ലൈഡൻ മാർക്രമിനെ ഒഴിവാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ കളി കളിച്ചത്. ഒറ്റ റണ്ണിനാണ് രാജസ്ഥാൻ റോയൽസിനോട് അവർ വിജയിച്ചത്. SRH അത്ര നല്ലൊരു റണ്ണൊന്നുമല്ല ഇപ്പോൾ നടത്തുന്നത്. അവർ ചേസ് ചെയ്ത് 2 കളികൾ തോൽക്കുന്നത് കണ്ടു. പിന്നെ കഴിഞ്ഞ കളിയിൽ ഒറ്റ റണ്ണിനാണ് ആകെ വിജയിച്ചത്. അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ലൈഡൻ മാർക്രമിനെ മാറ്റി മാർക്കോ എൻസിനെ കഴിഞ്ഞ കളി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ അവർ സ്റ്റിക്ക് ചെയ്യാൻ തന്നെയാണ് സാധ്യത. പിന്നെ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് ആരെ ഇറക്കണം എന്നുള്ളത് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും തീരുമാനിക്കുക. മായങ്ക് മാർക്കണ്ഡെ, അതുപോലെ തന്നെ ജയദേവ് ഉനദ്കട്, ഈവൻ ഉംറാൻ മാലിക്കിന് പോലും സാധ്യത കാണുന്നു ഇമ്പാക്റ്റ് പ്ലെയറുടെ റോളിൽ. എന്തായാലും 2 ടീമിൻ്റെയും പ്രോബിൾ 12ലേക്ക് നമുക്കൊന്ന് പോകാം. രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ടിം ഡേവിഡ്, നിഹാൽ വധേര, റൊമാരിയോ ഷെഫേർഡ് ഓർ മുഹമ്മദ് നബി. അവിടെ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ ജെറാൽ കോട്സി, പീയൂഷ് ചൗള, ജസ്പ്രീത് ബുംറ. നമ്പർ 12 നുവാൻ തുഷാര. തുഷാരയെ ഇറക്കുന്ന ഘട്ടത്തിൽ നെഹാൽ വധേരയെ മാറ്റും. ഇതായിരിക്കും അവരുടെ ഇമ്പാക്റ്റ് പ്ലെയർ സ്ട്രാറ്റജി. മറുഭാഗത്ത് ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, അൻമോൽ പ്രീത് സിംഗ്, ഹെൻറി ക്ലാസൻ, നിതീഷ് കുമാർ റെഡ്ഡി, അബ്ദുൽ സമദ്, ഷഹബാസ് അഹമ്മദ്, മാർക്കോ എൻസൺ, പാറ്റ് കമിൻസ്, ഭുവനേശ്വർ കുമാർ, ടി നടരാജൻ. ദെൻ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് ജയദേവ് ഉനദ്കടോ മായങ്ക് മാർക്കണ്ഡയോ വന്നേക്കാം. അൻമോൽ പ്രീത് സിംഗിനെ മാറ്റിക്കൊണ്ട് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അൻമോൽ പ്രീത് ഉണ്ടാകും. ബൗൾ ചെയ്യാൻ വേണ്ടി ബൗളർമാരിൽ ഒരാൾ കളിക്കുകയും ഇമ്പാക്റ്റ് സബായിട്ട് അൻമോൽ പ്രീത് വരികയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ അവരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും SRHനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിജയിക്കുക, മൂന്നാം സ്ഥാനത്തേക്ക് കടക്കുക. ഇപ്പോൾ CSK ആണ് 11 കളികളിൽ നിന്ന് 12 പോയിന്റുമായിട്ട് മൂന്നാമതുള്ളത്. SRH ഇന്ന് വിജയിച്ച 11 കളികൾ 14 പോയിന്റിലേക്ക് എത്താൻ പറ്റും. അത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഒരു വിധത്തിലുള്ള കോംപ്ലിക്കേഷനും പ്ലേ ഓഫിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ അവർക്ക് വിജയിക്കേണ്ടതുണ്ട്. അതിനവർ ശ്രമിക്കുമ്പോൾ മാനം രക്ഷിക്കാനുള്ള മുംബൈയുടെ ശ്രമം എത്രത്തോളം വിലപ്പോകും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.